വയനാട്ടിൽ നിന്ന് ജോഷില കൂടി ചേരുകയാണ്. ജോഷില, വയനാട് ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ നഗരസഭകൾ കൽപ്പറ്റ അടക്കം, കൽപ്പറ്റയും മാനന്തവാടിയും അടക്കം. ശരത്, ജില്ലാ പഞ്ചായത്തിൽ UDF ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ്. 3 സീറ്റ് LDFന്. ജില്ലാ പഞ്ചായത്ത് കണിയാമ്പറ്റ ഡിവിഷനിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. അതേസമയം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമാണ് കൽപ്പറ്റ നഗരസഭയിൽ. കൽപ്പറ്റ നഗരസഭ തിരിച്ചുപിടിച്ചിരിക്കുന്നു. LDF 17 നഗരസഭയായിരുന്നു അല്ലേ? കഴിഞ്ഞ 10 വർഷത്തിലേറെയായി UDF പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റയിലെ കൽപ്പറ്റ നഗരസഭ അല്ലേ? തീർച്ചയായും കഴിഞ്ഞ 10 വർഷമായി UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആദ്യഘട്ടത്തിൽ മാത്രമാണ് കൽപ്പറ്റ നഗരസഭ രൂപീകൃതമായ ആദ്യഘട്ടത്തിൽ മാത്രമാണ് LDF ഇവിടെ ഭരിച്ചിരുന്നത്. പിന്നീട് RJDയുമായുള്ള പ്രശ്നത്തിനിടയിലാണ് LDF ഭരിച്ചിരുന്നത്. 2 തവണ മാത്രമാണ്. കൽപ്പറ്റ വലിയ നേട്ടമാണ് LDFന്. മറ്റ് സ്ഥലങ്ങളിൽ, അതായത് LDF ഭരണം നേരത്തെ ലഭിച്ച പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആ ഒരു രീതിയിലാണ് ലീഡിംഗ് നിര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ശരി ജോഷ്ല, ഇപ്പോൾ കട്ടപ്പന നഗരസഭയിൽ അട്ടിമറി വാർത്ത. മുൻ MLA UDFന്റെ മുൻ MLA EM അഗസ്തി തോറ്റു എന്ന വാർത്ത എത്തുന്നു. കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായ നേതാവ് EM അഗസ്തിയുടെ തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. CR മുരളി LDF ജയിച്ചു കട്ടപ്പന നഗരസഭയിൽ. UDFന്റെ കോട്ടയായിരുന്നു. അതെ, UDFന്റെ കോട്ടയിൽ മുൻ MLA ആണ്. നഗരസഭയിലേക്ക് വന്ന് മത്സരിച്ച് പുതിയൊരു ബലപരീക്ഷണത്തിന് അദ്ദേഹം ഇറങ്ങി. തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴും ഒരു ചോദ്യമാണ്. 17 എന്ന നിലയിൽ നിൽക്കുന്നു തിരുവനന്തപുരത്ത്. അതെ, വഞ്ചിയൂർ വാർഡിൽ LDF സ്ഥാനാർത്ഥി വഞ്ചിയൂർ ബാബു വിജയിച്ചു. 17 UDF 11. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി. LDF 17, NDA 17, UDF 17 എന്ന നില നിൽക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ വീണ്ടും മാറ്റം വന്നു. LDF 16, NDA 18 എന്ന നിലയിലേക്ക് വീണ്ടും മാറി. അതെ, നിർപ്പൻ കൂടി ചേരേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ ജില്ലകളും ഈ പറഞ്ഞതുപോലെ വിവരങ്ങൾ, ഓരോ ജില്ലയും ആ നിലയിൽ വ്യത്യസ്തങ്ങളായി നിൽക്കുകയാണ്. ചിലയിടങ്ങളിൽ ഒപ്പത്തിനൊപ്പമുണ്ട്, ചിലയിടങ്ങളിൽ UDFന് വ്യക്തമായ മുൻതൂക്കം ജില്ലകളിൽ തന്നെ നേടിയെടുക്കാൻ കഴിയുന്നു.